ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ഓണത്തിന് കുറച്ച് ഡ്രസ്സൊക്കെ തയ്ക്കാനായിട്ട് കൊടുക്കാനായിട്ട് പോവുക കേട്ടോ. ഈസ്റ്ററിൻ്റെ ടൈമിൽ തൊട്ട് എടുത്ത കുറച്ച് ക്ലോത്തും കാര്യങ്ങളും എല്ലാം തയ്ക്കാതെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തയ്ക്കാൻ കൊടുക്കണം. പിന്നെ ഓണത്തിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഒന്ന് നോക്കണം എന്നുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ എടുത്ത ഡ്രസ്സുകളെല്ലാം ഇരിക്കുന്നുണ്ട്. പിന്നെ സാരീസൊന്നും ഞാൻ ഉടുത്തിട്ടുമില്ല. അപ്പോൾ അതെല്ലാം ഉള്ള കാരണം കൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഒരു ഡ്രസ്സ് ഒരു ഐവറി ഷെയ്ഡിൽ, ഒരു ക്രീം ഷെയ്ഡിലൊക്കെ ഒരു ഉടുപ്പ്, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ആ ഒരു ചുരിദാറിൻ്റെ പോലെ തന്നെ ഒരു ഫ്രോക്ക് ടൈപ്പ് ചെയ്യാം എന്നാണ് വിചാരിച്ചേക്കുന്നത്. ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഞാൻ പോയി നോക്കിയത്. ഇപ്പോൾ ഞാൻ ഈ ക്ലോത്ത് എടുക്കുന്നത് പാരീസിൽ നിന്ന് തന്നെയാണ്, ഞാൻ തയ്ക്കാൻ കൊടുക്കുന്നതും പാരീസിൽ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാറും അവരുടെ തന്നെയാണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെ ചെയ്യിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സെയിം മെറ്റീരിയൽ തന്നെ അവിടെ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തത്. പിന്നെ ഇങ്ങനെ വൈറ്റിലുള്ളതാകുമ്പോൾ നമുക്ക് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഡൈ ഒക്കെ ചെയ്ത് കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാനും പറ്റുമല്ലോ. ഇത് പിന്നെ ഞാൻ മോൾക്ക് വേണ്ടി സാരിക്ക് ചന്തേരിയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു. സാരിക്ക് എടുക്കാൻ പറ്റുന്ന ക്ലോത്തുകളും നമുക്കിത് സൽവാറിനൊക്കെ എടുക്കാനും പറ്റും കേട്ടോ. അവിടെ വേറെ ഒരുപാട് മെറ്റീരിയൽസൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് ക്ലോത്ത് കൊണ്ടുവന്ന് തയ്ക്കാനായിട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഒരുപാട്. ഞാൻ കൂടുതലും അങ്ങനെയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇതുപോലെയൊക്കെ തന്നെ ക്ലോത്ത് നമുക്ക് എടുത്തിട്ട് തയ്ക്കാനും പറ്റും കേട്ടോ. രണ്ട് ഓപ്ഷനും ഉണ്ട് അവിടെ. ഞാൻ ഇവിടുന്ന് കൂടുതലും എടുക്കുന്നത് റെഡിമെയ്ഡ് ടോപ്സുകളാണ്. ഫ്രീ സൈസൊക്കെ ടോപ്സ് നല്ലത് കിട്ടും കേട്ടോ. എനിക്ക് ഫ്രീ സൈസ് മീൻസ് എൻ്റെ സൈസിനെ കഴിഞ്ഞും ഒരു 2 സൈസ് കൂടുതലൊക്കെയാണ് ഞാൻ എപ്പോഴും ലൂസായിട്ട് ടോപ്പ് ഇടാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ ടോപ്സൊക്കെ എനിക്ക് ഇവിടുന്ന്, ഞാനിടുന്ന ടോപ്പുകൾ പല ആൾക്കാരും ചോദിക്കുന്ന കാരണം കൊണ്ട് പറഞ്ഞതേ ഉള്ളേ. ഓണത്തിൻ്റെ പയ്യെ ഉള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. ഡെക്കറേഷൻസൊക്കെ പയ്യെ ചെയ്യാനായിട്ട് തുടങ്ങി. മിക്കതും ഞങ്ങൾ ഓണത്തിന് ഇവിടെ വീട്ടിലുണ്ടാവാനായിട്ടുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അപ്പച്ചൻ ഇച്ചിരി ഒന്ന് വയ്യാതെ ഇരിക്കുക. അപ്പോൾ അത് കാരണം കൊണ്ട് ഓണം ചിലപ്പോൾ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്ത് ട്രാവൽ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് മിക്കതും ഞങ്ങൾ അങ്ങോട്ട് പോവും. പക്ഷേ വീട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനും ഒരുക്കാനും ഒക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്നും ഉണ്ടാക്കണം. പുതിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കണം. എപ്പോഴും അങ്ങനെ ഇപ്പോൾ ഈസ്റ്ററിൻ്റെ സമയമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ സമയം ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഓണത്തിൻ്റെ സമയത്തുമൊക്കെ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഉണ്ടമല്ലിയും ജമന്തി അതുമാതിരിയുള്ള ഫ്ലവറുകളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ തന്നെയായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഒന്ന് പോയി കണ്ടു നോക്ക്. അതെല്ലാം ത്രെഡ് വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. ഇന്നിപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഫ്ലവറാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ഈസ്റ്ററിന് ചെയ്ത ഫ്ലവറാണ്. പക്ഷെ അതിൽ കുറച്ചും കൂടി ഭയങ്കര കളർഫുള്ളാക്കിയിട്ട് വൈറ്റും യെല്ലോയും പർപ്പിളും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് വരുന്നത് കേട്ടോ ആ ഫ്ലവർ ഡെക്കറേഷൻസ്. ഇതിൻ്റെ ഇടയ്ക്ക് 1-2 തുമ്പീനെയൊക്കെ കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് ഫ്ലവറാണ് ഇനി ഞാൻ ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത് ഞാൻ ഈസ്റ്ററിൻ്റെ ടൈമിലൊക്കെ ആയിട്ട് ചെയ്തതാണ്. അതിൻ്റെ ഡെക്കറേഷൻ്റെ ഫോട്ടോ കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, എന്താ പറയുക, ക്രേപ്പ് പേപ്പറുകൾ കുറച്ച് കട്ടിയുള്ളത് വേണേ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിനെ ഞാൻ ഇതുപോലെ കളർ ചെയ്തിട്ടുണ്ട്. വാട്ടർ കളർ വെച്ചിട്ട് ഒരു പർപ്പിൾ ഷെയ്ഡ് ആക്കിയേക്കുകയാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതേ ഷെയ്ഡ് തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. വൈറ്റും യെല്ലോയും ഒക്കെ അതേ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഗ്രീൻ ലീഫിനും ഒക്കെ അത് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ ഡ്രൈ മോസസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കിട്ടുന്നത് ആമസോണിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ വേണം എന്നുള്ളവർക്ക് ഇതുപോലത്തെ ഡെക്കറേഷനൊക്കെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവേ. പിന്നെ ഈ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ എൻ്റെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പർപ്പിളും 3-4 കൂടി കുത്തി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ വൈറ്റ് ക്രേപ്പ് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കുറച്ച് കട്ടിയുള്ളത് വേണം കേട്ടോ. പറയാൻ കാരണം അതിന് നമ്മളിപ്പോൾ വൈറ്റാണ് നമ്മൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പല ഏത് കളർ വേണമെങ്കിലും കളർ ഷെയ്ഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഞാനിവിടെ പിപ്സ് എടുത്തിട്ടുണ്ട്. ഈ ഫ്ലവറിനൊക്കെ ഞാൻ ഉള്ളിൽ വേറെ പിപ്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ, അത് വേറെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ഞാൻ ഇങ്ങനെ ഒരു ഗോൾഡനും
ലൈറ്റ് ഗോൾഡും ഡാർക്ക് ഗോൾഡും ഒക്കെ ആയിട്ടുള്ള വൈറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരെണ്ണം കൊടുത്തേക്കണം. പിന്നെ നമുക്ക് ഗ്രീൻ വേണം ഇതിൻ്റെ താഴെ നമുക്ക് കാലിക്സ് പോലെ ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ മുല്ലപ്പൂവ്. മുല്ലപ്പൂവിൻ്റെ സ്ട്രിങ് എന്ന് പറയുന്നത് ഇത് ഞാൻ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാട്ടോ. ഇതുണ്ടല്ലോ, നമുക്കിപ്പം ഹെയറിലൊക്കെ വെക്കാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് മാത്രം മതി. ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ താഴേന്ന് വെക്കാനോ ഒക്കെ ആയിട്ടാണെങ്കിലും കുറച്ചായിട്ട് വെക്കാനാണെങ്കിൽ ഇത് ധാരാളം മതിയേ. അപ്പം ഇത്രയും ഞാൻ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഞാൻ മേടിച്ചത് ഇതുപോലത്തെ ഒരു 2 കിറ്റായിട്ടാണ് ഞാൻ മേടിച്ചത്. ആമസോണിൽ ഞാനിതിൻ്റെ ഫോം ഷീറ്റും പിന്നെ എന്താ പറയുക ഒരു അതിൻ്റെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു കട്ടർ ഉണ്ടല്ലോ, അതൊക്കെ കൂടി ഓർഡർ ചെയ്തു. പക്ഷേ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പൊക്കെ ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി എന്നും പറഞ്ഞിട്ട് എനിക്ക് അത് തരാൻ പറ്റില്ല എന്നും പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൈസ തിരിച്ചയക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ പിന്നെ ഇൻസ്റ്റയിൽ ഇങ്ങനെ തപ്പി കഴിഞ്ഞപ്പം എനിക്ക് ഇങ്ങനെ ഒരു കിറ്റായിട്ടാണ് കിട്ടിയത് കേട്ടോ. ഇതിൻ്റെ 2 എണ്ണമാണ് ഞാൻ മേടിച്ചത്. ഈ 2 എണ്ണത്തിൽ ഒരെണ്ണം ഞാൻ ഇതാ ഇങ്ങനെ ചെയ്തെടുത്തു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഫ്ലവർ ഉണ്ടാക്കാനല്ല ബുദ്ധിമുട്ടുള്ളത്, നമുക്കിത് കെട്ടിയെടുക്കുന്നതിൽ ഒരു ട്രിക്ക് ഉണ്ട്. അതിനൊരു പ്രാക്ടീസ് വേണം. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഈസി ആയിട്ട് എങ്ങനെ കെട്ടിയെടുക്കാൻ പറ്റുന്നതെന്നുള്ളത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഈ ഗ്രീൻ്റെ ഇതും ഈ ഗമ്മും അങ്ങ് മാറ്റാം. നമ്മൾ ഒരു പാക്കറ്റിലെ ഗമ്മ് ഞാൻ എടുത്തിട്ട് ഇതേ ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ. ഇത്രയും തന്നെ ബാക്കിയുണ്ട്. അപ്പോൾ അത് മതിയായിരിക്കും അടുത്ത ഇത് യൂസ് ചെയ്യാനും. ഈ 2ാമത്തെ പാക്കറ്റിലുള്ള ഈ ഗമ്മ് എടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇനി ഇത് കൊണ്ടുപോയി നമുക്ക് അയൺ ബോക്സിൽ അതെ ത്രെഡും കൂടി ഉണ്ട് ഇതിൻ്റെ ഒപ്പം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഈ ത്രെഡ് ഉണ്ടല്ലോ, ഈ ത്രെഡ് വെച്ചിട്ട് തന്നെ നമ്മൾ ഇത് പൂ കെട്ടിയെടുക്കാൻ നോക്കണം കേട്ടോ. ഇത് നല്ല കോട്ടൻ്റെ ഫ്ലവർ കെട്ടുന്ന ത്രെഡാണ്. ഇത് തന്നെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നോക്കണേ. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്കിത് കൊണ്ടുപോയി നമ്മുടെ അയൺ ബോക്സിൽ വെച്ചിട്ട് ഇതിൻ്റെ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അതായത് ഇപ്പം ഈ ഷേപ്പ് കണ്ടോ, ഫ്ലവറിൻ്റെ ഈ ഷേപ്പാക്കി എടുക്കാവേ. ഞാനുണ്ടല്ലോ ഈ അയൺ ബോക്സ് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഇത് ഇട്ടിട്ട് എടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ വരും ഷേപ്പായിട്ട്, കാണുന്നുണ്ടോ? തട്ടിയിട്ടാൽ മതി താഴോട്ട്. എന്തിൻ്റെങ്കിലും ഒന്ന് ചാരി അത് ശരിക്കും നിൽക്കുന്നത് പോലെ വെക്കണേ. അപ്പോൾ നമ്മളുടെ ഫ്ലവറിൻ്റെ പെറ്റൽസ് എല്ലാം നമ്മൾ ഇങ്ങനെ ആക്കി ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു എതളിൻ്റെ ഉള്ളിലോട്ട് വേറൊരു എതൾ വെക്കുന്നത് പോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതാണ് ഇനി അടുത്തത് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഗം എടുക്കുക. എന്നിട്ട് ഒരു പെറ്റലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജസ്റ്റ് കുറച്ച് അപ്ലൈ ചെയ്താൽ മതിയേ. ഇത്രയൊക്കെ അപ്ലൈ ചെയ്താൽ മതിയാവും കേട്ടോ. വളരെ കുറച്ച് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അടുത്തൊരു പെറ്റൽ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ കൊണ്ടൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനിയുള്ള എല്ലാ പെറ്റലുകളും ബാക്കി നമ്മളിപ്പോൾ ഈ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന പെറ്റലുകളുണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഒരു 2 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് പിടിക്കണേ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ പെറ്റലുകളെല്ലാം ഇതിങ്ങനെ ഡബിൾ ലെയർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇതുപോലത്തെ ഈ ഗ്രീൻ ഉണ്ടല്ലോ, ഈ സാധനം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ കൈ ഭയങ്കരമായിട്ട് വൃത്തികേടാവും. കണ്ടോ, ഗമ്മൊക്കെ വന്ന് ഭയങ്കരമായിട്ട് വൃത്തികേടാവും. അപ്പം ഇനി എളുപ്പത്തിന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തരുന്ന ഫോം ഷീറ്റിനെ നമുക്കൊന്നിങ്ങനെ ചെറുതാക്കി എടുക്കാം. ആദ്യം ചെറിയ പീസാക്കി എടുത്തിട്ട്
ഇതിനെയും നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി മതി നമുക്ക് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ശരിക്കും ഈ ഗ്രീന് ഒത്തിരി ബാലൻസ് വരും. അപ്പം ആദ്യത്തെ കിറ്റിൽ നിന്ന് ബാലൻസ് വന്നതാണ് അത്രയും എനിക്ക് കിട്ടിയത് ഉണ്ടാക്കി വെക്കാനായിട്ട്. അപ്പം ഈ കിറ്റിൽ നിന്ന് ഞാൻ എടുത്തതിൻ്റെ ഒത്തിരി ഇതുപോലെ ബാലൻസ് വരും കണ്ടോ. അപ്പം നമുക്കിതൊരു ഫോം ഷീറ്റ് മേടിക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളേ. ഇനി ഇതിൽ ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗം ഇതുമ്പോൾ ഒന്ന് സ്റ്റിക്കായി വരാനായിട്ട് കുറച്ച് സമയം ഒന്ന് എടുക്കുവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്നേ ഇങ്ങനെ കനം കുറച്ചിട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. ആദ്യത്തെ ഒരു ലെയർ ഇങ്ങനെ അറ്റത്തായിട്ടല്ല, കുറച്ച് മുകളിലോട്ട് കയറ്റിയിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക കണ്ടോ. ഇനി ഇതിനെ നമ്മൾ ഇങ്ങനെ ഈ കയ്യിൽ എന്തായാലും ഗമ്മാവും. അപ്പോൾ എങ്ങനെ കുറവ് ഗമ്മാക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഇതിന് ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ഈ ഗമ്മിൻ്റെ ഈ ഭാഗത്ത്. ഇത് കണ്ടോ. രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കൂടി നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടി വരും കണ്ടോ. ഇനി നമ്മളത് മാറ്റി വയ്ക്കുക. അതൊന്ന് സ്റ്റിക്കായിട്ട് വരട്ടെ. അടുത്തതിലെടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഗം അപ്ലൈ ചെയ്തിട്ട് ഇതേ ഷേപ്പിന് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് മടക്കി കൊടുക്കുക. ഇത് ആദ്യത്തെ ഒരു പ്രാവശ്യം മടക്കി കൊടുക്കുമ്പം അത് സ്റ്റിക്കായിക്കൊള്ളണമെന്നില്ല കേട്ടോ, അതിങ്ങനെ വിടർന്ന് വരുവേ. ഇനി രണ്ടാമത് നമ്മൾ ഒന്നും കൂടി ഇത് മടക്കുമ്പോൾ അത് കറക്റ്റായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും കണ്ടോ. കണ്ടോ. അങ്ങനെ ഇതെല്ലാം ഇത് നാലും ഒന്ന് ചെയ്തേക്കും. ഇത് നാലും കൂടി മതിയായിരിക്കും നമുക്ക് ഇത്രയും ഫ്ലവർ ചെയ്യാനായിട്ട് കേട്ടോ. ഇതിപ്പോൾ 2 ഷീറ്റ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ അടുത്ത ഒരു ലെയറും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുത്തൊരു ലെയറും കൂടി നമ്മളിങ്ങനെ ഗം ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്നും കൂടി നമ്മൾ മടക്കുക ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ. അപ്പോൾ നേരത്തെ പോലെ തന്നെ ആദ്യത്തെ ഒരു പ്രാവശ്യം മടക്കുമ്പോൾ നമുക്കങ്ങനെ അത് ഫുള്ള് ഒട്ടിയിരിക്കില്ല. ഒന്നും കൂടി നമ്മൾ മടക്കേണ്ടി വരും. ഇങ്ങനെ കണ്ടോ, ഇത് വിടർന്ന് പോരുന്നത് കണ്ടോ. എന്നിട്ട് നമ്മൾ അതിനെ ഒന്നും കൂടി ഒട്ടിക്കുക. ഇതിനെ ഒന്നും കൂടി നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ നന്നായിട്ടത് സ്റ്റിക്കായിട്ടിരുന്നോളൂ കേട്ടോ കണ്ടോ. അപ്പം നമുക്ക് നല്ല ലെങ്ത്തിനുള്ള ഒരു സ്ട്രിങ് പോലെ നമുക്ക് കിട്ടി കണ്ടോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഏത് സൈസിനാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളതനുസരിച്ച് നമുക്കിങ്ങനെ അളവ് വെച്ചിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പം ഈ സൈസിന് നമുക്കിങ്ങനെ എത്ര എണ്ണം കിട്ടും എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഇത് മുഴുവനും ചെയ്തെടുക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് നമ്മുടെ ഫ്ലവറിന് കെട്ടിയെടുക്കാൻ ആവശ്യത്തിനുള്ള തണ്ട് നമുക്ക് കിട്ടുവേ. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഗമ്മൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോയതാട്ടോ. കുറച്ചൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം ട്രൈ ചെയ്ത സമയത്തുണ്ടല്ലോ കൈ മൊത്തം ഗമ്മായിട്ടുണ്ടായിരുന്നു. ഭയങ്കര പാടായിരുന്നു. അതാണ് നിങ്ങൾക്കിത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇതിപ്പം ഭയങ്കര സിമ്പിളായിട്ട് കുറേ വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്തെടുക്കാം, അധികം ഗമ്മൊന്നും ആകാതെ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാട്ടോ ഞാനിത് കാണിച്ചു തന്നത്. ഇനിയിപ്പോൾ നമുക്കിത് ഈ ഫ്ലവറിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഈ സ്റ്റെമ്മ് വെച്ച് ഒട്ടിക്കണം. എന്നിട്ട് അത് നമ്മളൊന്ന് ലീവ് ചെയ്യണം കേട്ടോ. കുറച്ചൊരു 5-6 മണിക്കൂർ നേരത്തേക്കെങ്കിലും അതൊന്ന് മാറ്റി വയ്ക്കുക. നന്നായിട്ട് അത് ഒട്ടിയതിന് ശേഷം മാത്രം നമ്മൾ കെട്ടിയെടുക്കാനായിട്ട് നോക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അത് വിട്ടുപോരും. ഇത് നന്നായിട്ട് ഒട്ടും. ഈ ഗമ്മ് വെച്ചിട്ട് കുറച്ച് സമയം അങ്ങ് വിട്ടാൽ മതി. നമ്മൾ ഈ ഫ്ലവർ ഇങ്ങനെ വെച്ചിട്ട്
അതിൻ്റെ ബാക്കിൽ നമ്മൾ ഒരു ഡ്രോപ്പ് ഇടുക, എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് വെക്കുക. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ ഇങ്ങനെ തന്നെ നമ്മൾ ഈ തല കീഴായിട്ട് തന്നെ ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചാൽ മതി. അത് അവിടെ ഇരുന്ന് നന്നായിട്ട് ഉണങ്ങിക്കോളൂ കേട്ടോ. ഈ വർക്ക് ചെയ്യുമ്പം പ്രത്യേകം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ല പേപ്പറോ അല്ലെങ്കിൽ വല്ല ഷീറ്റോ എന്തെങ്കിലും നമ്മുടെ വർക്കിംഗ് ടേബിളിൻ്റെ പുറത്ത് ഇട്ടിട്ട് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഗമ്മാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നേരത്തെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചിട്ട് അത് വിട്ടുപോയേ. നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ 2 പാക്കറ്റാണ് ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു പാക്കറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 1/2 മുഴം ഉണ്ടോ ഇത്രയും സൈസിനുള്ള ഫ്ലവേഴ്സാണ് കെട്ടിയെടുക്കാൻ തിക്കായിട്ട് കെട്ടിയെടുക്കുന്ന കാര്യമാണ് പറഞ്ഞത് കിട്ടിയത്. ആദ്യം ഇത് ഞാൻ മേടിക്കാം എന്നാണ് വിചാരിച്ചത്. എന്നിട്ട് അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം ഓൺലൈനിലൊക്കെ നോക്കി കേട്ടോ. അപ്പം ഓൺലൈനിൽ നോക്കിയപ്പോൾ ഭയങ്കര റേറ്റാണ്. ഒരു 1/2 മുഴം ഇതുപോലെ നമ്മൾ തിക്കായിട്ടുള്ള മുല്ലപ്പൂവിൻ്റെ ഒരു സ്ട്രിങ്ങിന് 750,000 അതിൻ്റെ അടുത്തൊക്കെയാണ് കാണുന്നത്. 1 മുഴം ആണെങ്കിൽ അത് 2000-ൻ്റെ അടുത്താവും. 1750 ആ ഒരു റേറ്റിലൊക്കെയാണ് പിന്നെ കാണുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മേടിക്കുന്നത് ഒരു സെക്കൻഡ് തിങ്കിങ് വന്നു, നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്നുള്ളത്. ഇതുപോലത്തെ ഫോം ഷീറ്റുകൾ വെച്ചിട്ട് ഞാൻ മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മുമ്പ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അന്ന് ഈ ഫോം ഷീറ്റിനൊന്നും ഇത്രയും റേറ്റ് ഇല്ല. ഇപ്പം ഈ സമയത്ത് ഈ മുല്ലപ്പൂവിൻ്റെ ഇതൊരു ഭയങ്കര ട്രെൻഡിങ് ആയ സമയത്ത് ഇപ്പം ഈ ഫോം ഷീറ്റിന് ഈ ക്രീം ഐവറി കളറ് 0.8 mm ഐവറി ഷീറ്റാണ് വേണ്ടത് ചെയ്യാനായിട്ട്. ഇതിന് ഒത്തിരി പൈസയായി ഇപ്പം. ഒരു ഷീറ്റിന് തന്നെ അത്യാവശ്യം നല്ല പൈസയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത്രയും റേറ്റ് വരുന്നത് കേട്ടോ ഈ സാധനം. പിന്നെ ഇത് ഹാൻഡ് മെയ്ഡും കൂടിയല്ലേ, അപ്പം ഇത് കെട്ടിയെടുക്കണം. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്രയും റേറ്റ് വരുന്നത്. പക്ഷേ നമുക്കിപ്പം ഇതുപോലെ എൻ്റെ പോലെയൊക്കെ ഒരു 1/2 മുഴം 1 മുഴമൊക്കെ വളരെ മുടിയിലേക്ക് വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ പർപ്പസിനോ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ കട്ടർ മേടിക്കേണ്ട കാര്യമില്ല, ഫോം ഷീറ്റ് മേടിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ കുറേ വേസ്റ്റേജൊക്കെ വരും കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം. ഒരു ഫോം ഷീറ്റിൽ നിന്ന് എത്രയാണ് ഈ ഫ്ലവറിൻ്റെ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിതുപോലെ കിറ്റ് മേടിച്ചാൽ മതി. ഞാൻ നേരത്തെ കാണിച്ചില്ല, അതുപോലെ കിറ്റ് മേടിച്ചാൽ മതി. ഒരു കിറ്റിന് എനിക്ക് 200 രൂപയാണ് അന്ന് വന്നത് കേട്ടോ മേടിക്കാനായിട്ട്. പിന്നെ പ്ലസ് അതിൻ്റെ പോസ്റ്റ് ഓഫീസ് വഴിയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റൽ ചാർജും കൂടി വന്നിട്ടുണ്ട്. അധികം റേറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 500 രൂപയുടെ താഴെയാണ് 2 കിറ്റും കൂടി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു ക്ഷമയും ഒരു സമയവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇങ്ങനെ കിറ്റ് മേടിക്കുന്നതാണ് എളുപ്പം കേട്ടോ. അപ്പം ഇതൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഈ വർഷം ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാർ അടുത്ത വർഷം ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ഓർഡർ ചെയ്തിട്ട് ഏകദേശം ഒരു 10 ഡേയ്സ് ഒന്നുമല്ല 2 വീക്സിലധികം എടുത്തു എനിക്ക് ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടാനായിട്ട് കേട്ടോ. അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടാണ് ഇത് കിട്ടിയത്. ഞാൻ മുമ്പ് ഇതിൻ്റെ ഫോം ഷീറ്റ് മേടിച്ച് കട്ടർ മേടിച്ച് കട്ട് ചെയ്ത് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ക്രാഫ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമായതുകൊണ്ട് പിന്നീട് ഇപ്പോൾ അടുത്ത വർഷമൊക്കെ ആണെങ്കിലും എനിക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ കട്ടർ മേടിക്കുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞാനതിങ്ങനെ നോക്കിയതാണ്. പക്ഷേ കട്ടറൊക്കെ ഉണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഫോം ഷീറ്റ്സിനും നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഈ വർഷം ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നുള്ളത്. അതിനെ അങ്ങനെ കിറ്റ് മേടിച്ചിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേഗം ഒട്ടിച്ച് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഈ വയലറ്റ് ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാവേ. അപ്പോൾ ദേ നമ്മളുടെ മുല്ലപ്പൂവിൻ്റെ ഇതിനെല്ലാം ഇങ്ങനെ തണ്ടൊട്ടിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഡ്രൈ ആവാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു 3-4 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം, അത് തൊടാതെ ഇരിക്കണം. അപ്പോൾ എനിക്ക് ചെയ്തതിൽ കുറച്ച് ബാക്കിയുണ്ട്, വളരെ കുറവേ ബാക്കിയുള്ളൂ. ഇത്രയാണ് ബാക്കിയുള്ളത്. ഇതിന് അടുത്ത പ്രാവശ്യത്തേക്ക് എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആ കിറ്റ് മേടിച്ചാൽ എനിക്ക് ഇത്രയും ബാക്കി അതിൻ്റെ ഗ്രീൻ കളറ് ഫോം ഷീറ്റും ഉണ്ട്. ഇനി നമുക്ക് അടുത്തത് നമ്മളുടെ ആ പർപ്പിൾ ഷെയ്ഡ് ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം.
ഇനി ഇതേ നമ്മളുടെ ഈ പർപ്പിൾ ഷെയ്ഡ് ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവേ. ഇതിന് നമുക്ക് വേണ്ടത് ആദ്യം ഒരു കാർഡ്ബോർഡിൻ്റെ അകത്ത് ഈ ഷേപ്പിന് ഒരു ഇത് വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പെറ്റലിന് വേണ്ടത് ഇതുപോലെ കണ്ടോ. അപ്പം എൻ്റെ ഈ കാർഡ്ബോർഡിൻ്റെ ഈ ഭാഗം വൈറ്റാണ്, അതുകൊണ്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് നമ്മൾ വരച്ചിട്ട് ഇതിങ്ങനെ വെട്ടിയെടുക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാട്ടർ കളർ ചെയ്തിട്ട് വൈറ്റ് പേപ്പറിനെ ഞാൻ ഇങ്ങനെ ആക്കിയതാണ്. ഇതിനെ നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കുക. കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഷേപ്പ് വെട്ടിയെടുക്കണം. അപ്പോൾ ഈ ഷേപ്പ് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് എളുപ്പം കേട്ടോ. അല്ലാണ്ട് നമ്മൾ സാധാരണ കൈ കൊണ്ട് വെച്ചിട്ട് വെട്ടിയെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കുമേ. നമ്മളൊരു ചെറിയ സിസേഴ്സ് എടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം വെട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് വെട്ടേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഷേപ്പ് വെട്ടിയെടുക്കാനും നല്ല പാടുപെടുവേ. ഇതാ ഇതിനെങ്ങനെ നമ്മൾ ഈ ഭാഗം ഇങ്ങനെ വെട്ടി മാറ്റുക സെൻറ്ററിൽ നിന്ന്. എന്നിട്ട് പിന്നെ ബാക്കി ഈ സൈഡിൽ നിന്ന് തൊട്ടത് ഇങ്ങനെ വെട്ടി നമ്മൾ ഇതിൻ്റെ ഷേപ്പാക്കി എടുക്കുക. ഇത് കുറച്ച് ക്ഷമ വേണ്ട കാര്യമാണ് കേട്ടോ. നമ്മളിങ്ങനെ പയ്യെ ഇരുന്ന് ഇത് പിടിച്ച് ഇങ്ങനെ പയ്യെ അളവിന് ഇങ്ങനെ വെട്ടിയെടുക്കണം. ഇനി നമ്മളിങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് നമ്മുടെ ഈ അറ്റത്ത് ഭാഗത്തൊന്നും അങ്ങനെ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സിസേഴ്സ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒരു ഉരുണ്ട ഷേപ്പ് പോലെ ഇങ്ങനെ ആക്കി കൊടുക്കാനും പറ്റും കേട്ടോ. കണ്ടോ ഇതുപോലെ ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ഇങ്ങനെ കുറച്ച് ഇതെല്ലാം ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതെല്ലാം ഇങ്ങനെ ഞാൻ വെട്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ഡബിൾ ഷെയ്ഡും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഈ ഷെയ്ഡ് വെക്കണമെങ്കിൽ ഈ ഷെയ്ഡ് വെക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയ പെറ്റലിൻ്റെ അടിഭാഗം നമുക്കിതാ ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു ഇത് കിട്ടും. അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ട ഇതിൻ്റെ എന്താണ് പറയുക സ്റ്റെമ്മിൻ്റെ ഭാഗം ചെയ്തെടുക്കുന്നത് ഇത്രയും കനം കുറഞ്ഞൊരു വയറിലാണ് കേട്ടോ. ഈ വയർ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഭയങ്കര കനം കുറഞ്ഞ വയറിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇതിനെ ഇങ്ങനെ വളച്ചെടുക്കണം നമ്മൾ. ഓക്കെ. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഈ പിപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ ഈ ഗോൾഡനും വൈറ്റും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ വെക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ വയറാണ്, കനം കുറഞ്ഞ വയറാണ് നമ്മൾ വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഇത് കെട്ടാനായിട്ട് ഒരു നൂലെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ഇതേപോലെ ക്രേപ്പ് പേപ്പറിൽ നമ്മൾ ഈ ഒരു ഷേപ്പിന് നമ്മൾ ഒരു കാലിക്സ് വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഷേപ്പാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ ഈ പിപ്സ് ഈ വയറിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ത്രെഡ് എടുത്തിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് ഈ പെറ്റലുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. ഈ പെറ്റലിൻ്റെ ഉള്ളിൽ പിപ്സ് നിൽക്കുന്നത് പോലെ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഡാർക്ക് കളറും ലൈറ്റ് കളറും ഒക്കെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. ഇപ്പം നമുക്ക് രണ്ടെണ്ണം വീതം വെച്ചിട്ട് നമുക്ക് കെട്ടി കൊടുത്തിട്ട് നമുക്കിതാക്കാം. ഇതിൽ ഒരു ഫ്ലവറിൽ ചിലപ്പം ഒരു 6-7 ഒക്കെ വെക്കേണ്ടി വരും കേട്ടോ പെറ്റിൽ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെറ്റിൽ ആദ്യം ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് സമാധാനത്തിൽ ഇരുന്നിട്ട് ഇത് കെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യാനായിട്ട് ഈസിയാണ്, കെട്ടിയെടുക്കാൻ എളുപ്പമാണ്. ഈ പെറ്റൽ ഉണ്ടാക്കിയെടുക്കൽ മാത്രമാണ് ഇച്ചിരി ഒരു സമയം പോകുന്ന കാര്യം. ഇതൊന്നിങ്ങനെ വെച്ചിട്ട് നമ്മൾ നോക്കണം എത്ര പെറ്റൽ വേണം എന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ തിക്നെസ് കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കണം. കണ്ടോ? ഓക്കെ, എന്നാൽ നമ്മൾ കെട്ടിട്ടു.
ഇനി നമുക്ക് ഈ കാലിക്സിന് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ഇതെങ്ങനെയാണ് ഇതിൽ വെക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗം, ഇപ്പോൾ ഈ ഭാഗമാണെങ്കിലോ ഈ ഭാഗമാണെങ്കിലോ നമ്മളൊന്ന് പിടിച്ചിട്ട് ഒന്നിങ്ങനെ കുഴിച്ചു വിടുക കണ്ടോ. അപ്പോൾ ഇതൊന്ന് വീതി കൂടും. എന്നിട്ട് ഇതിൻ്റെ അറ്റ ഭാഗം ഒന്നിങ്ങനെ പിരിച്ചു കൊടുക്കുക കണ്ടോ. ഇത് ഒരു ഫ്ലവറിലേക്ക് ചിലപ്പോൾ 2 എണ്ണമൊക്കെ തന്നെ മതിയായിരിക്കും കേട്ടോ. ഇങ്ങനെയാക്കി എടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് ഈ ഫ്ലവറിൻ്റെ ചുറ്റും വെച്ചിട്ട് നമ്മളൊന്ന് കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുക്കുമ്പം ഈ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ താഴെ നിൽക്കുന്നത് പോലെ വേണം കേട്ടോ കെട്ടാനായിട്ട്. ഒരുപാട് അത് മുകളിലോട്ട് കയറി വന്ന് ഫ്ലവറിനെ കവർ ചെയ്യുന്നത് പോലെ ആയിട്ട് വെക്കരുത്. ഇത് 3 എണ്ണം വരെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. 2 എണ്ണമോ 3 എണ്ണമോ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇത് കണ്ടോ ഇങ്ങനെ വരും. നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഒരു 3 എണ്ണം വയ്ക്കാം നമുക്ക്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ കിട്ടും. ഇത്രയും ഭാഗമേ മുകളിലോട്ട് വരാവുള്ളൂ കേട്ടോ. എന്നിട്ടിത് നമ്മൾ കെട്ടിടും. ഞാൻ എപ്പോഴും ഫ്ലവറിന് കെട്ടാനായിട്ട് ഒരു ഗ്രീൻ കളർ ത്രെഡ് തന്നെയാണ് എടുക്കാറുള്ളത്. പിന്നെ നമ്മൾ ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന നമ്മളുടെ ഈ സ്റ്റെമ്മ ചുറ്റുന്ന ടേപ്പ് ഉണ്ടല്ലോ, അതെടുക്കുക. എന്നിട്ട് നമ്മളിത് ചുറ്റി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട്. ഇതിൻ്റെ പെറ്റൽ ഭയങ്കര വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ഇത്. നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ കൂമ്പി ഇങ്ങനെ നിൽക്കുന്നത് പോലെ നിൽക്കും. ഇതിനെ നമ്മൾ ഒന്ന് പിടിച്ചിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിടർത്തി കൊടുക്കണം കേട്ടോ. ഒരുപാടല്ല, ചെറുതായിട്ട്. അപ്പോൾ ഈ ഫ്ലവർ കുറച്ചും കൂടി ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും കണ്ടോ. ഇതിങ്ങനെ നമുക്ക് കയറിയും ഇറങ്ങിയും ഒക്കെ ഇതിൻ്റെ ബഡ് പോലെയും ഒക്കെ ആയിട്ട് ബഞ്ചായിട്ട് നമുക്ക് ചെയ്യാവേ. ഇതിൻ്റെ ബഡ് എങ്ങനെ ഉണ്ടാക്കിയേക്കുന്നുള്ളത് ഞാൻ കാണിക്കാവേ. ഇപ്പം ഇത് കണ്ടോ, ഇതിങ്ങനെ ചേർത്ത് വെച്ചേക്കുന്നത് പോലെ ആക്കിയിട്ടാണ് ഇതിൻ്റെ ബഡ് ചെയ്തേക്കുന്നത്. ഇതിങ്ങനെ വിരിയാറായിട്ട് നിൽക്കുന്നത് പോലെ വേറെ ഒരെണ്ണം കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതേ നമ്മൾ 5 ഫ്ലവർ ഉണ്ടാക്കിയെടുത്തു കേട്ടോ, പർപ്പിൾ ഷെയ്ഡിലുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം നമുക്ക്. ഒരു ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ആ ഒരു കളറ് ഇത് വരാനായിട്ട്. ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, കണ്ടോ. അപ്പോൾ ഒരു ഇത് റെഡിയായി. ഈ പർപ്പിളും കൂടി വന്നു കഴിഞ്ഞപ്പോഴാട്ടോ ഇത് ഭംഗിയായത്. കുറച്ചും കൂടി നല്ല രസമായിട്ടുണ്ട് ഇത്. ഓക്കെ, അപ്പോൾ ഒരെണ്ണം ദേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മളുടെ ഈ മുല്ലപ്പൂവൊക്കെ ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയി. അപ്പോഴത്തേനും ദേ നല്ലപോലെ ഇത് കണ്ടോ, ഇതിങ്ങനെ നല്ലോണം സ്റ്റിക്കായിട്ടുണ്ട്. ഇങ്ങനെ വിട്ടു പോരത്തൊന്നുമില്ല, അതുപോലെ സ്റ്റിക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം. കെട്ടിയെടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു സ്ട്രിങ് ആണ് വേണ്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു പ്രത്യേക ഒരു ടെക്നിക്ക് ഉണ്ട് ഇത് ചെയ്യാനായിട്ടെന്നുള്ളത്. അപ്പം ഞാൻ ഈ ബാസ്ക്കറ്റുമേ ഒരു കെട്ട് കെട്ടും. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഒരു വെയിറ്റുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ മുല്ലപ്പൂവ് ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ ഇടയിൽ ഞാനതെങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ആദ്യം നമ്മളിതിൻ്റെ ഈ ഗ്യാപ്പിൽ കൂടെ, നിങ്ങൾക്കിപ്പം ഒരു ചെയറിൻ്റെ കാലോ അങ്ങനെ എന്തെങ്കിലും ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. ഇതിൽ ഞാൻ ദേ ഇങ്ങനെ ഒരു കെട്ട് കെട്ടുക ചെയ്യുന്നത്. ഒരു 2 കെട്ട് കെട്ടണേ. 2 or 3 കെട്ടാം, നിങ്ങൾക്ക് ആ ത്രെഡൊന്ന് ഇതായി വരുന്നത് പോലെ. അതായത് ഇവിടെ ഒരു 2 ലെയർ ഉണ്ടാവണം ത്രെഡ്. ഓക്കെ, ഇത് പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. കണ്ട, ഇങ്ങനെ നീളം കൂട്ടാനും
ഇങ്ങനെ കുറയ്ക്കാനും പറ്റും. അപ്പം ഞാൻ ഏകദേശം എനിക്കൊരു ഇത്രയും ലെങ്ത്ത് മതി അത് കോർത്തെടുത്ത് കിട്ടാനായിട്ട്. ഇവിടെ ഇങ്ങനെ ഇത്രയും ഒരു ലെങ്ത്തിന് ത്രെഡ് ഇട്ടിട്ടുണ്ടാവണം. നിങ്ങൾ ത്രെഡ് മുറിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു ലെങ്ത്തിന് ഇടണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലവർ എടുത്തിട്ട് ഇതിന് അത്ര ഒരുപാട് നീളമൊന്നും വേണ്ട കേട്ടോ ഫ്ലവറിൻ്റെ തണ്ടിന്. അപ്പോൾ നമുക്ക് ഇതുപോലെ അത്യാവശ്യം തണ്ടിന് ഇങ്ങനെ ലെങ്ത്ത് ഉണ്ടെങ്കിൽ നമുക്കിതൊന്നിങ്ങനെ വെട്ടി ഇങ്ങനെ ചെറുതാക്കി കൊടുക്കാവേ. ഒരുപാട് ലെങ്ത്ത് വേണ്ട തണ്ടിന്. ഒരുപാട് ലെങ്ത്ത് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഇതൊന്ന് നമുക്കിങ്ങനെ വെട്ടി കൊടുക്കാം. ഈ ഒരു ലെങ്ത്തൊക്കെ മതിയേ. ഇനി നമ്മളിത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിതിപ്പോൾ ഇത് ഇത്രയും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ഇടയക്കോടെ ഒരെണ്ണം ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടും ഒരെണ്ണം അവിടെ നിന്ന് ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടും വയ്ക്കുക. കണ്ടോ? അപ്പോൾ ത്രെഡ് ഇതിൻ്റെ ഇടയിലായിട്ടായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ഈ ത്രെഡ് ഉണ്ടല്ലോ ഈ ത്രെഡിനെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇതും കൂടെ ഇതിങ്ങനെ ഒരു കണ്ടോ ഇങ്ങനെ ഒരു കെട്ട്. ഓക്കെ, ഒന്നും കൂടി നമ്മൾ ഇങ്ങനെ ചെയ്യണം. ദിസ് ഈസ് ദ ഈസി മെത്തേഡാണിത്. ഇതിപ്പോൾ നമ്മൾ ഈ സാധനം അനങ്ങുന്നുണ്ട്, ഇതിലെന്തെങ്കിലും വെയിറ്റ് വേണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് വച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊന്നും എടുത്ത് ഇതിൻ്റെ പുറത്ത് വയ്ക്കുക. ഇനിയിപ്പോൾ ഇത് അനങ്ങില്ല, നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുക. നമുക്കിത് എവിടെയെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും നമുക്കിങ്ങനെ കെട്ടി എടുക്കാം കേട്ടോ. ഇനി ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണോ മൂന്നെണ്ണോ ആദ്യത്തേത് കെട്ടുമ്പോൾ നമ്മൾ 2ഓ 3ഓ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. അടുത്തത് ഈ ത്രെഡിനെ നമ്മൾ ഒന്ന് ഇങ്ങോട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഇടാനായിട്ട്. അടുത്തത് നമ്മൾ വെച്ചു, അതിൻ്റെ ഓപ്പോസിറ്റും നമ്മൾ വെച്ചു. എന്നിട്ട് ഈ ത്രെഡ് നമ്മളിവിടെയല്ലേ കൊണ്ടുവന്നേക്കുന്നത്, ഇതിൻ്റെ അറ്റം നമ്മൾ ഇങ്ങനെ കണ്ടോ ടൈറ്റായി. ഇതുപോലെ ഇനിയിപ്പോൾ നമ്മളിത് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ എടുത്തിടണം കേട്ടോ. ഈ ത്രെഡ് ഒന്നിങ്ങനെ വയ്ക്കുക, അടുത്തത് ഇതിൻ്റെ ഓപ്പോസിറ്റ് വയ്ക്കുക. ഒന്ന് ചേർത്തും കൂടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഇതിങ്ങനെ കെട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇത് കണ്ടോ ഇങ്ങനെ കെട്ടി വരുന്നത് കണ്ടോ? അതിങ്ങനെ ചുറ്റി വരും. നമുക്ക് കറക്റ്റായിട്ട് വരുവേ. നല്ല ഭംഗിയിൽ നമുക്ക് കെട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് നിങ്ങൾക്ക് കുറച്ച് ലൂസാക്കി കെട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കെട്ടിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കെട്ടി വരും കേട്ടോ. അങ്ങനെ ഞാൻ കെട്ടിയെടുത്തതാണ് ഇത്. നമുക്കിതൊരു അരമുഴത്തോളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും ജാസ്മിൻ്റെ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതുമാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്, കാരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.